എല്ലാവർക്കും അബു വേൾഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. 31 വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുകയാണ്, നമ്മുടെ ശ്വേതാ മേനോൻ. നമുക്കറിയാം, ഒരുപാട് വിവാദങ്ങളിലൂടെ കുറച്ചു കാലം കടന്നുപോയൊരു വ്യക്തിയാണ് ശ്വേതാ മേനോൻ. പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ സ്ത്രീ സാന്നിധ്യമാണ് കാണുന്നത്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും വൈസ് പ്രസിഡന്റായി ജയൻ ചേർത്തലയും കൂടെ ലക്ഷ്മിപ്രിയയുമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒട്ടും മിക്ക പോസ്റ്റിലും സ്ത്രീകളാണ് കടന്നു വന്നിരിക്കുന്നത്. സ്ത്രീകൾക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാന്ന് വെച്ചാല്, കാര്യമായ ആരെയും നേതൃസ്ഥാനത്ത് മത്സരിക്കാനോ ഒന്നിനും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ ആദ്യം പത്രിക സമർപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കുഞ്ചാക്കോ ബോബൻ ആ പത്രിക പിൻവലിച്ചു. വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും നടന്നൊരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ശ്വേതാ മേനോനെതിരെ എന്തിനോ എന്തൊക്കെയോ കേസുകൾ വരെ കൊടുത്തു. കേട്ടുകേൾവിയില്ലാത്ത കേസ്. എന്നിട്ടും തളരാതെ ശ്വേതാ മേനോൻ വിജയിച്ചു വന്നു. കൺഗ്രാജുലേഷൻ. പക്ഷേ വലിയൊരു ഉത്തരവാദിത്തമാണ് ശ്വേതാ മേനോനെ കാത്തിരിക്കുന്നത്. എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിച്ചത് ദേവനാണ്. ദേവൻ പരാജയപ്പെട്ടു. അമ്മ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അമ്മയുടെ അമ്മ ശ്വേതയാണെങ്കിൽ അമ്മയുടെ അച്ഛൻ താനാണെന്നാണ് ദേവൻ പറഞ്ഞൊരു കോമഡി. ആണുങ്ങളെക്കാൾ മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണ് നേതൃത്വ സ്ഥാനം പറയുന്നത്. ആണുങ്ങൾ ചെയ്ത പോലെ ഫണ്ടുണ്ടാക്കി അവർ ചെയ്തതിനേക്കാൾ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുമെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. നമുക്ക് ഏതായാലും കാത്തിരിക്കാം അവരുടെ ഭരണം എങ്ങനെയാണെന്നും അവർ എത്രത്തോളം പ്രതിസന്ധിയിലൂടെ ഇനി കടന്നു പോകാനുള്ളതെന്നും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു. ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഇവർ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഞാനിവിടെ പറയുന്നത്, ഈ വോട്ടെടുപ്പിൽ എന്തുകൊണ്ട് 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 പ്രമുഖ നടന്മാരൊന്നും വോട്ടിങ്ങിൽ പങ്കെടുത്തില്ല? മമ്മൂട്ടി പങ്കെടുത്തില്ല. സ്വാഭാവികമായിട്ടും മമ്മൂട്ടിക്ക് അസുഖകരമായിട്ട് കുറച്ച് റെസ്റ്റിലും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടായിരിക്കാം മമ്മൂട്ടി പങ്കെടുക്കാതിരുന്നത്. ദുൽഖർ പങ്കെടുത്തില്ല. ആസിഫ് അലി പങ്കെടുത്തില്ല. ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ വാതോരാതെ സംസാരിച്ച ഒരാളാണ് ആസിഫ് അലി. സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ നല്ല നല്ല രീതിയിൽ, കാരണം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ആസിഫ് അലി. പൃഥ്വിരാജ്, ഈ ആസിഫ് അലി പങ്കെടുത്തില്ല, പൃഥ്വിരാജ് പങ്കെടുത്തില്ല, ഇന്ദ്രജിത്ത് പങ്കെടുത്തില്ല, മമ്മൂട്ടി പങ്കെടുത്തില്ല, അതുപോലെ തന്നെ ജയറാം പങ്കെടുത്തില്ല, ഉർവശി പങ്കെടുത്തില്ല. നമ്മൾ അറിയപ്പെടുന്ന പ്രമുഖ താരങ്ങളിൽ ഒട്ടുമിക്ക താരങ്ങളും ഈ വോട്ടിങ്ങിൽ പങ്കെടുത്തില്ലെന്നതാണ് സത്യം. എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നത്? സ്ത്രീകൾ ആരും ഈ സ്ഥാനത്തേക്ക് വരരുതെന്ന് ആഗ്രഹിച്ചവരായിരിക്കുമോ ഇവർ? വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ താരങ്ങളൊക്കെ വിട്ടുനിന്നത് എന്നുള്ള കാര്യങ്ങൾ. ഏതായാലും ശ്വേതാ മേനോന് അഭിനന്ദനങ്ങൾ നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.